ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ലീലാമ്മേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്വലൈസർ കൊടുത്തേക്ക്. മോളെ മോളെ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളോട് ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക്കാണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ? സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ദൂരം എത്തിയില്ലല്ലോ. ആണോ? ശരി, ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. അതിന് മോളുടെ മുഖത്ത് പഠിപ്പിക്കണം. വാൽവ് തുറന്നുവിടെ. മൂത്തുമുട്ടല്ലേ മോളെ, പേടിക്കണ്ടോ. കുഞ്ഞ് എങ്ങനെയുണ്ട്? മാറാട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ്സ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ് വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റായ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്കാ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ തപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്ത് നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടി വരും തോന്നുന്നു. നേഴ്സസ് ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം. ജോസഫ്, ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണോ വെച്ചാൽ താൻ പോയി ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. നമ്മളെ വേണ്ടി എടുത്തോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ? ഒന്ന് സമാധാനിക്കുന്നേ. മോളെ, മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ, മോളെ ഡോക്ടർ, മോളെ ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ, ഡോക്ടർ മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മോളെ എങ്ങോട്ട് നോക്കും. മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ മയങ്ങിപ്പോയതായിരിക്കും, അത് അപകടമാണ്. ഡോക്ടറിന് ഓക്സിജൻ തീർന്നാണോ? അതിന്റെ അല്ലേ. പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം കളിച്ചാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ട കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ? രാജി, നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ? രാജി, നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. പോയതാ രാജി. രാജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചുണർത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാലേ പറ്റണം. രാജി വിളിക്കേ. രാജി വിളിച്ചോണ്ടിരിക്കേ. നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തണം. വിളിക്കേ രാജി, മോളെ വിളിക്കേ. രാജി, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമ്മുടെ മോളെ നീ വിളിച്ചാൽ മാത്രമേ നമ്മുടെ മോള് കണ്ണു തുറക്കൂ. ഡോക്ടർ ഒന്ന് പറയൂ. രാജി വിളിക്കേ. രാജി വിളിക്കേ. രാജി, രാജി നമ്മുടെ മോളെ വിളിക്കേ. മാളൂട്ടി, ഇങ്ങോട്ട് നോക്കുമോളെ. അച്ഛനും അമ്മയും നോക്കുമോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ. അമ്മ ഇവിടെ ഉണ്ട്. മോളെ, മാളൂട്ടി, മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ.
മോളെ ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വിളിച്ചോളൂ ഡോക്ടർ. അവിടെ കണക്ഷൻ എടുത്തോണ്ടിരിക്കുക. മോളെ ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ. പെട്ടെന്ന് ചെയ്യൂ. ഡോക്ടറിന്റെ മോൾ ഉറങ്ങുന്നു തോന്നുന്നു. അയ്യോ ഓഹോ, ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാൻ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക്